സർക്കാർ മേഖലയിലെ ഈ നെഗ്ലിജൻസിനെ പ്രത്യേകമായി കണ്ടുകൊണ്ട് ഇടപെടുകയും 5 വർഷം മുമ്പ് നടന്നിട്ടുള്ള ഈ കാര്യത്തിൽ സർക്കാരിന് കഴിയാവുന്ന വിധത്തിലുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുമെന്നുള്ള ഉറപ്പ് നൽകിയിട്ടുള്ള ഒരു മന്ത്രിക്ക് നേരെ നടത്തിയിട്ടുള്ള സമരാഭാസം കേവലം ഈ പറഞ്ഞതുപോലെ എന്തെങ്കിലും വിധത്തിൽ ഈ സിസ്റ്റത്തിനെതിരെ എന്തെങ്കിലും സർക്കാർ വിരുദ്ധ സമരം നടത്തി ഈ സർക്കാരിന്റെ ഉറപ്പിൽ ഉഷാ ജോസഫിന് വിശ്വാസം ഉണ്ടായിരുന്നുവെങ്കിൽ ഈ മന്ത്രിയുടെ ഉറപ്പില് ഉഷാ ജോസഫിന് എന്തെങ്കിലും വിശ്വാസം ഉണ്ടായിരുന്നുവെങ്കിൽ അവർ ഒരു സർക്കാർ ആശുപത്രിയിൽ പോയി അവർ ഈ കത്രിക നീക്കം ചെയ്യുവാനായിട്ട് അവർ തയ്യാറാകുമായിരുന്നു. അവര് ഒരു സർക്കാർ ആശുപത്രിയിൽ പോയി ഈ കത്രിക നീക്കം ചെയ്യാനുള്ള വിശ്വാസം അവർക്കില്ല എന്ന് പറഞ്ഞാൽ ഈ മന്ത്രിയുടെ ഉറപ്പിനും ഈ സർക്കാരിന്റെ ഉറപ്പിനും ഇത്തരം ആളുകൾക്ക് ഉള്ള വിശ്വാസത്തെയാണ് നമ്മൾ കാണുന്നത്. ഇപ്പൊ വിനോദിനിക്ക് കൈവച്ചു കൊടുക്കാൻ പറഞ്ഞു. എപ്പോഴാ പറഞ്ഞത്? അല്ല, ഒറ്റ കാര്യം ചോദിച്ചോട്ടെ, ഒരു കാര്യം ചോദിച്ചോട്ടെ. ഇവിടെ വിനോദിനിയുടെ കൈ മുറിച്ച് മാറ്റിയതിനു ശേഷം ആ വിനോദിനിക്ക് ഒരു കൃത്രിമ കൈ വെച്ചു കൊടുക്കാനുള്ള മര്യാദ പോലും ഈ സർക്കാർ ഉണ്ടായിട്ടില്ല എന്ന് പറയുമ്പോ ഇതൊക്കെ കേരളത്തിലെ ജനങ്ങൾ കാണുന്നുണ്ട്. കേരളത്തിലെ ആരോഗ്യ മേഖല എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളത് എല്ലാവർക്കും ബോധ്യമാണ്. പുതിയ ഘട്ടത്തിലെ വ്യാജ സംഹിതയുടെ നിർമ്മിതി ഉണ്ടാക്കാനുള്ള ഇടപെടലാണ് നടത്തുന്നത്. അതിനെ തുറന്നു കാണിക്കും. അതിൽ ഭയപ്പെട്ട് പുറകോട്ട് പോകാൻ കഴിയില്ല. ഈ നാടകങ്ങളെല്ലാം കേരളത്തിലെ ജനങ്ങൾ കാണുന്നുണ്ട്.